അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഇന്നലത്തെ ഒരു കുഞ്ഞു ഡിന്നർ വ്ലോഗാണ് കാണിക്കുന്നത്. ഞാൻ ഡിന്നറിന് ഉണ്ടാക്കിയത് നല്ല അയില മുളകിട്ടതും അതുപോലെ തന്നെ ചെമ്പം പുട്ടുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ മീൻകറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറി വെക്കാൻ പോകുന്നത് ഒരു ചട്ടിയിലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്. ഈ തക്കാളിയും സവാളയും കൂടി ചട്ടിയിൽ ഇട്ടിട്ട് നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്പിയെടുക്കുക. പഴുത്ത തക്കാളി എടുക്കണം, അപ്പോഴാണ് നല്ലോണം സ്ക്വീസായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിതിൻ്റെ റെസിപ്പി മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പിയെടുക്കുക. എല്ലാം ഒന്ന് കൈകൊണ്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 1.5 കപ്പും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് പിന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത്, ഞാൻ നേരത്തെ ആഡ് ചെയ്തത് 1.5 ടേബിൾ സ്പൂണാണ്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ്, മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഇത് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി പുട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ നിറപ്പരയുടെ ചെമ്പ പുട്ടുപൊടിയാണ് എടുക്കുന്നത്. ഇത് 1 കപ്പ് എടുക്കാം. ഇനി ഈ 1 കപ്പ് പൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് നിറയെ ആവശ്യമില്ല, 3/4 ഗ്ലാസ് വെള്ളം മതി. അപ്പം നമുക്ക് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയിലയുടെ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ പുട്ടിന് നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയിലത്തെ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റൈല് മീൻകറി ഇക്കാടെ അവിടെ വന്നിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇക്കാടെ വീട്ടിൽ ഇതുപോലെയാണ് മീൻകറി ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയില മുളകിട്ടത് റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഞാൻ ചിരട്ടപ്പുട്ടാണ് എടുക്കുന്നത്. പുട്ട് നമ്മൾ സാധാ പുട്ടും കുറ്റിയിലല്ല, അത് ചിരട്ടപ്പുട്ടിൻ്റെ അതാണ്, മോൾഡാണ്. അപ്പം അതിൽ സാധാ പോലെ നമുക്ക് കുക്കറിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ആവിയേറ്റി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള പുട്ടാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സൈഡായിട്ടൊരു മീൻ പൊരിച്ചത്,
അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒരു ഡ്രിങ്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട് ചായയുടെ പകരമായിട്ട് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കഷ്ണം ഇതുപോലത്തെ ഒരു പീസ് ചെറുനാരങ്ങ 4ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ നല്ല തണുത്ത വെള്ളം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. നമ്മളുണ്ടാക്കിയ പുട്ടും നല്ല അയില മുളകിട്ടതും നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.